CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഏപ്രിൽ 9 കേരളം വിധി കുറിക്കും. ഫലപ്രഖ്യാപനം മെയ് 4. അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലും ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കും. തമിഴ്നാട്ടിൽ ഏപ്രിൽ 23 ബംഗാളിൽ 2 ഘട്ടമായും തിരഞ്ഞെടുപ്പ് നടക്കും. കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് താനല്ല, ഹൈക്കമാൻഡാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. MP-മാർ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ ഡൽഹിയിലാകും അന്തിമ തീരുമാനമുണ്ടാകുക എന്നും രമേശ് ചെന്നിത്തല ഗുരുവായൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ പ്രചരണത്തിൽ മേൽക്കൈ നേടി മണലൂരിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ. മണ്ഡലത്തിലുടനീളം ചുവരെഴുതിയും പോസ്റ്റർ പതിച്ചും ഫ്ലക്സ് ബോർഡുകൾ നിരത്തിയും പ്രചരണത്തിൽ മുന്നേറി UDF. കൂറ്റനാട് അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് മോഷണം. 25 പവൻ സ്വർണം നഷ്ടപ്പെട്ടു. തൊഴുക്കാട് സ്വദേശി സുധീറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടുകാർ ആമക്കാവ് പൂരത്തിനായി പുറത്തുപോയ സമയത്താണ് മോഷ്ടാവ് വീടിനകത്ത് കയറിയത്. ചാലിശ്ശേരി പോലീസ് അന്വേഷണം തുടങ്ങി. ആൽത്തറയിൽ ബസ് ഡ്രൈവറെ ഓട്ടോ ഡ്രൈവർ കുത്തി പരിക്കേൽപ്പിച്ചു. കുന്നംകുളത്ത് നിന്ന് കുണ്ടുകടവിലേക്ക് സർവീസ് നടത്തുന്ന വിജിത് ബസ്സിലെ ഡ്രൈവർ അയിരൂർ സ്വദേശി ബബീഷിനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ കുമാരൻപടി സ്വദേശി മേത്തി വീട്ടിൽ ഇക്ബാലിനെ വടക്കേകാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളർക്കാട് കൊല്ലൻപടിയിൽ പേവിഷബാധയുള്ള തെരുവുനായയുടെ ആക്രമണത്തിൽ 84കാരി മരിച്ച സാഹചര്യത്തിൽ തെരുവുനായകൾക്ക് പേവിഷബാധ കുത്തിവെപ്പെടുക്കുന്ന നടപടിയുടെ 2ാം ഘട്ടം നടപ്പിലാക്കി. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കാത്ത കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് LDF മണലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധയോഗം സംഘടിപ്പിച്ചു. വികസന മുരടിപ്പെന്നാരോപിച്ച് ഗുരുവായൂർ MLA NK അക്ബറിനെതിരെ BJP നൈറ്റ് മാർച്ച് നടത്തി. വടക്കേകാട് നിന്നാരംഭിച്ച മാർച്ച് ആൽത്തറയിൽ സമാപിച്ചു. DYFI തിരുത്തിക്കാട് യൂണിറ്റ് നിർമ്മിച്ച പുതിയ ബസ് സ്റ്റോപ്പ് നാടിന് സമർപ്പിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ് എന്നിവർ ചേർന്ന് ബസ് സ്റ്റോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 16ാമത് ഗാന്ധിഗ്രാമം പദ്ധതിയുടെ ഭാഗമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ച വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകളും സൈക്കിളുകളും വിതരണം ചെയ്തു. KSU കുന്നംകുളം നിയോജക മണ്ഡലം സമ്മേളനം നടന്നു. നഗരസഭാ ലൈബ്രറി ഹാളിൽ നടന്ന സമ്മേളനം KSU മുൻ സംസ്ഥാന പ്രസിഡന്റ് ജഷീർ പള്ളിവയൽ ഉദ്ഘാടനം ചെയ്തു. കേച്ചേരി പീപ്പിൾസ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ 23ാം വാർഷികാഘോഷവും വിവിധ സഹായ പദ്ധതികളുടെ വിതരണോദ്ഘാടനവും നടന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൻഡോ പോൾ ഉദ്ഘാടനം ചെയ്തു. മുൻ KPCC അംഗവും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന C അബൂബക്കറിന്റെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. വടക്കേകാട് ഗ്രാമപഞ്ചായത്തിൽ 2025-26 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഭിന്നശേഷി കലാമേള നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. അഗതിയൂർ കലശമലയിലെ ആര്യലോക് ആശ്രമത്തിൽ പ്രകൃതിദത്ത നോമ്പുതുറ സംഘടിപ്പിച്ചു. ഹരിതകർമ്മസേനയും ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റിയും സംയുക്തമായി മന്നലാങ്കുന്ന് ബീച്ചും പരിസരവും ശുചീകരിച്ചു. കടങ്ങോട് ശ്രീ മല്ലൻകുഴി മല്ലൻകാവിൽ ഇളനീരാട്ട വേല മഹോത്സവം ആഘോഷിച്ചു. അഷ്റഫ് കൂട്ടായ്മ കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റമദാൻ കിറ്റ് വിതരണം നടത്തി. പെരുമ്പിലാവിൽ നടന്ന ചടങ്ങിൽ കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.